friends, welcome back to my channel, your online teacher. ഇനി നമ്മുടെ ക്രിസ്മസ് എക്സാമിലേക്ക് അധികം ദൂരമൊന്നുമില്ല അല്ലേ, വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ അതിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ തവണത്തേതിനെ അപേക്ഷിച്ച്, അതിന് മുന്നേ ഉള്ള വർഷങ്ങളിലേക്ക് അപേക്ഷിച്ച് കഴിഞ്ഞ കൊല്ലം മുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കുറച്ച് ഒരു ടഫ് ലെവലിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ എന്തൊക്കെ മാറ്റങ്ങൾ അവിടെയുണ്ട്, എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ബിഫോർ സ്റ്റഡിങ്, നമ്മൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ട ഒന്നാണ് വാട്ട് ടു സ്റ്റഡി ഫസ്റ്റ്. എന്താണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്? ആദ്യം എന്താണ് പഠിക്കുന്നത് നമ്മൾ എങ്ങനെ അറിയും? അതിന് ഒരുപാട് കാര്യങ്ങൾ വേറെയും നമ്മൾ അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കൃത്യമായിട്ട് ഇങ്ങനെ ഒരു അനാലിസിസോട് കൂടിയിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ +2 വാരിയർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ഇത് ക്രിസ്മസ് എക്സാമിന് നിങ്ങളെ ഏറ്റവും അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യിക്കുന്ന രീതിയിലുള്ള ബാച്ചാണ്. സോ ഉടനെ അഡ്മിഷൻ എടുത്തോളാം. അഡ്മിഷൻ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ക്ലോസ് ചെയ്യും. നമുക്ക് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് അവിടെ ലൈവ് ക്ലാസ് ഉണ്ട്, റെക്കോർഡ് ക്ലാസ് ഉണ്ട്, എല്ലാം അവിടെ അവൈലബിൾ ആണ് കേട്ടോ. സോ എന്താദ്യം പഠിക്കണം? വാട്ട് ടു സ്റ്റഡി ഫസ്റ്റ്. ആദ്യം എന്ത് പഠിക്കണം എന്നറിയണമെങ്കിൽ നമ്മുടെ കയ്യിൽ മുന്നത്തെ നമ്മുടെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മുടെ കയ്യിൽ വെയിറ്റേജ് വേണം. ഫസ്റ്റായിട്ട് നമ്മുടെ കയ്യിൽ വെയിറ്റേജ് നിർബന്ധമായിട്ടും ഉണ്ടാവണം. ആ വെയിറ്റേജ് എടുത്തിട്ട്, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ അക്കൗണ്ടൻസി അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസ് ഏതും ആയിക്കോട്ടെ, വെയിറ്റേജ് എടുത്തിട്ട് വെയിറ്റേജ് പ്രകാരം ഏത് പാഠത്തിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളതെന്ന് മനസ്സിലാക്കുക. അതൊരു ഓർഡറിൽ എഴുതാം. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ മാർക്കറ്റിംഗ് മാനേജ്മെൻ്റ് ആണല്ലോ ബിസിനസ് സ്റ്റഡീസിൽ, അത് ആദ്യം എഴുതാം. രണ്ടാമത് വെയിറ്റേജ് വരുന്നത് ഏതിനായിരുന്നു? മിസ് മറന്നുപോയി. ഫൈനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ് രണ്ടാമത് വെയിറ്റേജ് വരുന്നത്. അത് അങ്ങനെ എഴുതാം. അങ്ങനെ എഴുതി ഏറ്റവും വെയിറ്റേജ് കുറവുള്ളത് ഏതാണ്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആണെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. അങ്ങനെ വെയിറ്റേജ് അനുസരിച്ചിട്ട് നമ്മൾ ആദ്യം ഇതിനെ ഒന്ന് ഇങ്ങനെ ഒരു ഓർഡറിൽ എഴുതണം. ഓക്കെ, വെയിറ്റേജ് അനുസരിച്ചിട്ട് നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് ഈ പാഠത്തിൽ നിന്ന് ഏതെല്ലാം ചോദ്യങ്ങൾ വന്നു എന്നുള്ളത് നോട്ട് ചെയ്യാം. അതേപോലെ ഈ പാഠത്തിൽ നിന്ന് ഏതെല്ലാം ചോദ്യങ്ങൾ വന്നു പ്ലസ് എത്ര മാർക്കിന് വന്നു എന്നും നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അതിന് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിൻ്റ് ഔട്ട് എടുത്തത് നിങ്ങളുടെ കയ്യിൽ വേണം. അങ്ങനെ ഓരോ പാഠത്തിൽ നിന്ന് ഏതൊക്കെ വന്നു, എത്ര മാർക്കിന് വന്നു എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ഐറ്റം, കൃത്യമായിട്ടുള്ളൊരു സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിലുണ്ടല്ലോ, അത് മാത്രം പഠിച്ചാൽ മതി. എത്ര ടഫ് എക്സാം വന്നാലും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ A+ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് പ്ലാൻ ചെയ്ത് A+ സ്കോർ ചെയ്യാം. അതല്ല, എനിക്ക് അതിനുള്ളൊരു കഴിവൊന്നും ഇല്ല മിസ്സേ, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സായാൽ മതി. പാസ് മാർക്ക് ആഗ്രഹിക്കുന്ന കുട്ടിയാണോ? പാസ് മാർക്ക് അറിയാലോ, ഡബിൾ പാസ് അല്ല, നോർമൽ പാസ് ആണെന്നുണ്ടെങ്കിൽ 80 മാർക്സിൻ്റെ വിഷയമാണെങ്കിൽ 24ഉം 60 മാർക്സിൻ്റെ വിഷയമാണെങ്കിൽ 18 ആണെന്ന് അറിയാലോ. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെ എനിക്ക് 24-ലധികം മാർക്ക് സ്കോർ ചെയ്യാം അല്ലെങ്കിൽ 18-ലധികം മാർക്ക് സ്കോർ ചെയ്യാം എന്ന് ഇത് വെച്ചിട്ട് നിങ്ങൾ സ്ട്രാറ്റജി ഫോം ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയൊന്നും കഷ്ടപ്പെടാൻ വയ്യ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? ധൈര്യമായിട്ട് നമ്മളുടെ വാരിയർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോളാം. അടിപൊളിയായിട്ട് പഠിച്ച് അടിപൊളി മാർക്ക് നമുക്ക് അവിടെ സ്കോർ ചെയ്യാം. ഇതേപോലെയുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോസ് എല്ലാം മിസ്സാക്കും. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.